തന്റെ മകളെ നശിപ്പിച്ച ആ ചെറുപ്പക്കാരെ ക്രൂരമായി വെടിവെച്ചു കൊന്ന ആ മനുഷ്യനോട് നിയമം എന്തിന് ദയവ് കാട്ടണം? മരണം വരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. ഈ 15-ാം തീയതിയാണത്രേ ആ ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഒരിക്കൽ ഊട്ടി വെച്ച് കണ്ടപ്പോ ഞാനൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ആ കുട്ടി സമ്മതിച്ചില്ല. ദേവൻ നമ്പ്യാരെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോടതിയോടുള്ള അയാളുടെ ഏക റിക്വസ്റ്റ് അത് മാത്രമായിരുന്നു. ഇവിടെ വെച്ചാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചത്. അതുകൊണ്ടാണത്രേ തന്റെ അന്ത്യവും ഇവിടെ വെച്ച് തന്നെ ആകണമെന്ന് അയാൾ ആവശ്യപ്പെട്ടത്. അച്ഛന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ എന്തായാലും ആ കുട്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറ്റിയാൽ അന്ന് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. ഓക്കേ, താങ്ക് യു വെരി മച്ച്. ഓക്കേ. കഴിഞ്ഞ ദിവസം മോൾ എന്നെ കാണാൻ വന്നപ്പോ ഇവിടെ വെച്ച് ചിരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് അവൾ ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടിയെന്ന. അത് പ്രിൻസിനെ പറ്റിയായിരുന്നു. സദാശിവന് പറ്റിയ മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവൾ ഒരുപാട് ചിരിച്ചു. 2 വർഷത്തിന് ശേഷം അവൾ എന്റെ മുന്നിൽ വെച്ച് ചിരിച്ചത് അന്ന. ഞങ്ങള് ആ കുട്ടിയോട് ഒരുപാട്. സാരമില്ല, ശരിക്കും എന്റെ മോൾ കരയേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ. ലോകത്തിന്റെ മുന്നിൽ ഞാനും എന്റെ മോളും ഏതോ കാഴ്ച വസ്തുക്കളെ പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഉള്ളു നീറുമ്പോഴും പുറത്തവളെ ചിരിപ്പിച്ചത് നിങ്ങളാണ്. പ്രിൻസിനോട് അവളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ആരുടെയും സിമ്പതി അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല. ടൈമായതു. ഏതായാലും നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം. ഇനി എന്റെ മോള് ഇവിടെ വന്ന് എന്നെ കാണാൻ പാടില്ല. അവളെ കാണുമ്പോഴാണ് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരുന്നത്. ഓരോ തവണ അവളെ കാണുമ്പോഴും അവൾ അനുഭവിക്കുന്ന ദുഃഖം, അത് താങ്ങാനുള്ള കരുത്തെനിക്കില്ല. എല്ലാം കഴിയുന്നതുവരെ അവൾ നിങ്ങളോടൊപ്പം നിൽക്കട്ടെ. അതുവരെ അവളെ നിങ്ങൾ സഹിക്കണം. പ്ലീസ്. എനിക്കറിയാം എന്റെ മോളുടെ കുസൃതികളും വികൃതികളും. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. സർ. പ്രിൻസ്, അവൾ ഒരു പാവമാണ്. എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അഞ്ജുവിനെ ഇറക്കി വിടേണ്ട 15-ാം തീയതി ആയോന്നറിയാൻ കലണ്ടറിൽ കണ്ണു നട്ടിരുന്നവരാ നമ്മൾ. എന്നിട്ടിപ്പോ അവളെ അന്വേഷിച്ച് നടന്ന് ജീപ്പിന്റെ ടയർ തേഞ്ഞു. അച്ഛന്റെ മരണം കൊണ്ട് അഞ്ജുവിനുണ്ടാകുന്ന ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് മാത്രമേ കഴിയൂ എന്നാ കേണൽ പറയുന്നത്. ദുരന്തങ്ങളുടെ കഥയൊന്നും പുറത്തറിയിക്കാതെ കളിച്ച് ചിരിച്ച് നടന്ന ആ കുട്ടിയോട് എനിക്ക് സഹതാപമല്ല, ബഹുമാനമാണ്. അച്ഛനെന്നെ അന്വേഷിച്ചോ? ഭരതം മേനോന് ഇനി പ്രിൻസ് എന്നൊരു മോനില്ല. അച്ഛാ, മിണ്ടിപ്പോരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും മാനം കിടാൻ എനിക്ക് വയ്യ. നിനക്കില്ലേലും ഞങ്ങൾക്കില്ലേട ഒരു നിലയും വല്ലേ. ഓഫീസ് സ്റ്റാഫിന്റെ മുമ്പിൽ തലയുർത്തി നിൽക്കാൻ പറ്റാതെ. അമ്മേ, വേണ്ടടാ, എന്നെ ഇനി അമ്മേന്ന് വിളിക്കരുത്. ഞാനിങ്ങനെ ഒരു മോനെ പ്രസവിച്ചിട്ടില്ല. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലെ നീ കാണാൻ വരരുത്. ഇന്നലെ വരെ ആരുടെ മുന്നിലും തല കുനിക്കാത്തവനാ നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ മുഖത്താ പെണ്ണുവീട്ടുകാരാക്കിയത്. ഈ കുടുംബത്തെക്കാൾ വലുത് കണ്ട വൃത്തിയുടെ പെണ്ണുങ്ങളല്ലേ. ഇറങ്ങി പോടാ അവിടുന്ന്. മോനെ, ഇതാ മൗണ്ട് വാലി മുന്തിരിത്തോട്ടത്തിന്റെ താക്കോല. ഇത് എന്തിനാണെന്ന് അറിയാമോ? എല്ലാം ആറി തണുക്കുന്നവരെ എന്റെ മോൻ അവിടെ തന്നെ താമസിക്കും. മോന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. എടാ, ഇറങ്ങി പോടാ അവിടുന്ന്.
നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പ്രിൻസേ, വല്ലാത്ത ക്ഷീണം. എനിക്കൊരു ആട്ട് സൂപ്പ് വാങ്ങിച്ചാ അത് കഴിച്ച് നമുക്ക് കഴിഞ്ഞ എല്ലാം മറക്കാം. സൂപ്പും ഇല്ല, ഒരു കോപ്പുമില്ല. നീ ചുമ്മാ ഇരിക്കേ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി, അതും ബാംഗ്ലൂർ പോലുള്ള ഈ സിറ്റിയിൽ. വേദാന്തൊന്നും വേണ്ട. കൂട്ടുകാരന്റെ സൂപ്പ് കുടിക്കാനുള്ള കൊതി തീർത്തിട്ട് മതി കൂട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം. എപ്പോഴും നിന്റെ അടുത്തായിട്ട് നടക്കാൻ ഞാൻ മാത്രമേ കാണൂ, രാജകുമാരനെ മന്ത്രികുമാരനെ പോലെ. സൂപ്പ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, വേണമെങ്കിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അഞ്ചു ഇവിടെ എവിടെ? അയ്യോ, എന്ത് പണിയായി കാണിച്ചേ? ഒന്നും പറയാൻ ഇറങ്ങിപ്പോ. ഞങ്ങൾ എവിടെ അന്വേഷിച്ചെന്നറിയോ? ബാംഗ്ലൂരിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കാൻ. എന്ത് പറ്റി? കാരണം എന്തു പറ്റി? വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർ നന്നാക്കിട്ട് ഫാം ഹൗസിൽ വന്നേക്കാം. പ്രിൻസ് അഞ്ജുനെ കൊണ്ട് പൊക്കോ. ഓക്കെ. എവിടേക്കാ? ആരാ നിങ്ങൾ? വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് അഞ്ജു. എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ സാധനം എടുത്ത് വണ്ടി വെക്കേ. ഞാൻ പറയുന്നത് വരണം. വരാൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുറെ നേരം ആയല്ലോ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൈൻ ചെയ്യും, യോഗ ഉള്ളൊരു ഷൈൻ ചെയ്യും. ബ്രദർ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നല്ലേ, വേഗം കഴിച്ചെടുക്ക, ഇല്ലെങ്കിൽ വെയിലുകൊണ്ട് അലിഞ്ഞു പോ. ഈ കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കാണട്ടെ. അയ്യേ, മാറിയിക്കേ, മാറിയിക്കേ. കളിക്കാൻ